ഒരു അടിപൊളി ദിവസത്തിൻ്റെ ഒരു കുട്ടി വ്ളോഗ്. ചില ദിവസങ്ങൾ അങ്ങനെയാണല്ലോ, എത്രത്തോളം വണ്ടർഫുൾ ആണെങ്കിലും നമുക്കതൊന്നും അങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട്. ഇതെൻ്റെ വീട്ടിലെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം, എൻ്റെ കൊളീഗ്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. അന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കാണിച്ചു കൂട്ടി എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടേ. അപ്പം എല്ലാവരും വന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ഡിസ്കഷൻ. എവിടെ പോവാം, എന്ത് ചെയ്യാം, കാരണം ഇതൊന്നും പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല. വരുമെന്നുള്ളത് ഓക്കെ, പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുള്ള ഒട്ടും പ്ലാൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ആഴിമലയാണ് പോയത്. എൻ്റെ വീടിനടുത്ത് തന്നെ ആയിരുന്നു ആഴിമല. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആഴിമലയായിരുന്നു. ഇവർ ആഴിമല പോയിട്ടുണ്ടായിരുന്നില്ല, ഹൻസേച്ചിയൊന്നും. അപ്പം അവിടെ പോയി, ആഴിമലയിൽ പോയി അതൊക്കെ കണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈവനിങ്ങാണ് പോയത്, അതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പോയിട്ടുള്ളവർക്ക് അറിയാമല്ലോ എന്തുമാത്രം ഭംഗി അത് കണ്ടുകൊണ്ട് നിൽക്കാനെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത് എന്തായാലും നമ്മൾ പോകുന്ന സ്ഥലമാണ് ബീച്ച്. അങ്ങനെ കുറച്ച് നേരം പിന്നെ ബീച്ചിലൊക്കെ പോയി. അവിടെ പോയി ഒന്ന് കളിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും അവരവിടെ നിന്ന് നമ്മളെ പറഞ്ഞു വിട്ടി, ഇരുട്ടായി, പൊക്കോ എന്ന്. പക്ഷെ എന്തായാലും ഭയങ്കര നൈസായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് നേരമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഹൗസ് റൈഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കയറിയില്ല, ചുമ്മാ കണ്ടതേ ഉള്ളൂ. അങ്ങനെ സൺസെറ്റിൻ്റെ ടൈം കൂടെ ആയിരുന്നല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. ബീച്ച്, പിന്നെ ആ ശിവലിംഗം എല്ലാം കാണാനായിട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ ബീച്ചിലൊക്കെ നിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നേരെ എന്തെങ്കിലും കഴിക്കണമല്ലോ, വിശക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫുഡല്ല, ശരിക്കും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയത്. അവിടെ ചെന്നപ്പോഴത്തേനും ഞങ്ങളുടെ പ്ലാൻ മാറി. ഷവർമ കണ്ടപ്പോൾ പിന്നെ എല്ലാവരും ഓരോ ഷവർമ ഓർഡർ ചെയ്തു. ഞങ്ങൾ ഷെയർ ചെയ്താൽ കഴിച്ചു, എല്ലാവരും ഓർഡർ ചെയ്തില്ല. അങ്ങനെ ഷവർമയൊക്കെ കഴിച്ചിട്ട് അടുത്ത് ഞങ്ങൾ അവിടെ ഇരുന്ന് നെക്സ്റ്റ് പ്ലാൻ ഇട്ടു. കാരണം ബീച്ചിൽ കളിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. അങ്ങനെ ഞങ്ങൾ അടുത്ത പ്ലാൻ ഇട്ട് അത് നല്ല അട്ടപടലം 3G ആയിപ്പോയി. അതിൻ്റെ വ്ളോഗ് എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.